ഇന്ത്യയിൽ നിന്നും ഒമാനിലെ ദുഃഖം തുറമുഖത്തേക്ക് പോയ MT മാരിവേസ് എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഇപ്പോൾ സംഘികളും കൃസംഘികളും പുതിയ ന്യായീകരണ ശാസ്ത്രവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഫ്ലാഗ് വച്ച കപ്പലല്ല അമേരിക്ക ആക്രമിച്ചത് എന്നാണ് അവരുടെ ന്യായീകരണം. ആദ്യം തന്നെ സംഘികളും കൃസംഘികളും മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുള്ള എണ്ണക്കപ്പലാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റ് കമാൻഡ് സെൻറ്ററിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ പോയ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. പേർഷ്യൻ ഗൾഫ്, ഗൾഫ് ഓഫ് ഒമാൻ, അറേബ്യൻ സീ, റെഡ് സീ, ബാബലേമന്ത്, സൂയിസ് കനാൽ, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇത്തരം ഏരിയകളിൽ നിരീക്ഷണം നടത്തുന്ന അമേരിക്കയുടെ കമാൻഡ് സെൻറ്ററാണ് 5th ഫ്ലീറ്റ്. 5th ഫ്ലീറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ആദ്യം തന്നെ സംഘികളും കൃസംഘികളും മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഇന്ധന ആവശ്യകത അത് പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണ്. അത് എവിടെ നിന്ന് വില കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് ഇന്ത്യ പർച്ചേസ് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ശ്രമമാണ് ഇന്നലെ അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തോടെ തടയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ ഖാർഗ് ഐലൻഡ് അമേരിക്കയുടെ ഭാഷ്യം ഒമാനിൽ നിന്നും ഇറാനിൻ്റെ പോകുന്ന ഭാഗത്ത് വച്ചിട്ടാണ് ഈ ഷിപ്പിനെ ആക്രമിച്ചിട്ടുള്ളത് എന്നാണ്. ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘികളും കൃസംഘികളും മനസ്സിലാക്കേണ്ടത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുമോ അവിടെ നിന്ന് ഇന്ത്യ എടുക്കും. അത് ചിലപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കില്ല. നമുക്കറിയാം, ഇറാൻ്റെ ഖാർഗ് ഐലൻഡിൽ ക്രൂഡ് ഓയിൽ വെറുതെ പമ്പ് ചെയ്ത് കടലിലേക്ക് കളയുകയാണ്. ഈ അവസ്ഥയിൽ വളരെ വില കുറച്ച് നമുക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് വയ്ക്കാത്ത കപ്പൽ അങ്ങോട്ട് അയച്ചത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 20 ദിവസം മുൻപാണ് സിംഗപ്പൂർ കടലിൽ വെച്ചിട്ട് റഷ്യയിലെ ബാൾട്ടിക് തീരത്തുള്ള പോർട്ടോവായ എന്ന് പറയുന്ന റഷ്യൻ LNG പ്ലാന്റിൽ നിന്നും കുംപെങ് എന്ന 1,78,200 ക്യൂബിക് മീറ്റർ വിസ്താരമുള്ള വലിയ പടുകൂറ്റൻ LNG കപ്പൽ ഇന്ത്യയിലേക്ക് LNGയുമായി വന്ന കപ്പൽ സിംഗപ്പൂർ തീരത്ത് വെച്ച് അമേരിക്കയുടെ സാങ്ഷൻസ്, അമേരിക്ക ഇന്ത്യൻ ബാങ്കുകളെ ബാൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മൂലം ഇന്ത്യക്ക് വാങ്ങാൻ സാധിച്ചില്ല. മറ്റുള്ള ക്രൂഡ് ഓയിൽ എണ്ണ കപ്പലുകൾ പോലെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എണ്ണ കപ്പലുകളാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്നാൽ LNG വരുന്ന കപ്പലുകൾ പ്രത്യേക ആകൃതിയിലുള്ളതുകൊണ്ട് അമേരിക്കൻ സാറ്റലൈറ്റുകൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും, ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം 160°C -°C തണുപ്പിച്ചാണ് LNG കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ഗോളാകൃതി അമേരിക്കൻ സാറ്റലൈറ്റുകൾ സദാ നിരീക്ഷിച്ച് കണ്ടുപിടിക്കും. അങ്ങനെ സിംഗപ്പൂർ തീരത്ത് വെച്ച് റഷ്യയുടെ ബാൾട്ടിക് തീരത്തുള്ള പോർട്ടോവായ എന്ന LNG പ്ലാന്റിൽ നിന്ന് നമുക്കായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന LNG അമേരിക്ക തടഞ്ഞു. അങ്ങനെ അമേരിക്കയുമായുള്ള എഗ്രിമെൻറ്റുകൾ, നാം ഉഭയകക്ഷി എഗ്രിമെൻറ്റുകൾ വച്ചിട്ടുള്ളത് മൂലം നാം വിനീതദാസനായി അമേരിക്കയുടെ കൂടെ കഴിഞ്ഞുകൊള്ളാമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിലെ അധികാരികൾ ഒപ്പിട്ട് കൊടുത്തത് മൂലം നമുക്ക് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നു. ഇന്ത്യൻ ഫ്ലാഗിലുള്ള കപ്പൽ അല്ല ആക്രമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എടുക്കാൻ പോയ ഒരു കപ്പലിനെ അമേരിക്ക മിസൈൽ ആക്രമണം, അതും കപ്പലിൻ്റെ ഇഞ്ചൻ റൂമിലേക്കാണ് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയത്. 24 നാവികരാണ് ആ കപ്പലുണ്ടായിരുന്നത്. അവരെല്ലാം ഇന്ത്യക്കാരാണ്. ആ ആളുകൾ മരിച്ചു പോയിരുന്നെങ്കിൽ ആരാണ് ഉത്തരവാദി? തീർച്ചയായും അമേരിക്കയുടേത് ഒരു ഭീകരാക്രമണമാണ്, ഇന്ത്യക്കെതിരെയുള്ള ഒരു ഭീകരാക്രമണമാണ്, ഇന്ത്യയുടെ സ്വതന്ത്ര പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ സഞ്ചരിക്കാനുള്ള അധികാരം അമേരിക്കയുടെ തിട്ടൂരം ആവശ്യമില്ല ഇന്ത്യ മഹാരാജ്യത്തിന്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഐഡന്റിറ്റി ഉണ്ട്. തീർച്ചയായും അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രസ്താവന ഇറക്കി അപലപിക്കേണ്ടത്, നേരത്തെ കുപ്പങ് എന്ന കപ്പൽ LNG കയറ്റി വന്ന കപ്പൽ സിംഗപ്പൂർ തീരത്ത് വെച്ച് അമേരിക്ക സാങ്ഷൻസ് ഭയപ്പെടുത്തി മടക്കി അയച്ചതുപോലെയല്ല ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം. അമേരിക്ക ഷിപ്പിൻ്റെ MT മാരിവേസ് എന്ന കപ്പലിൻ്റെ ഇഞ്ചൻ റൂമിലേക്ക് മിസൈൽ അറ്റാക്ക് നടത്തിയാണ് ആ കപ്പലിനെ ആക്രമിച്ചിട്ടുള്ളത്.
അതും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ പോയിട്ടുള്ള കപ്പൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ത്യയുടെ ഊർജ സംരക്ഷണത്തിൻ്റെ ഭാഗവും കൂടിയാണത്. ഇന്ത്യയുടെ ഇന്ത്യക്ക് ലഭിക്കേണ്ട ഊർജം തടയുന്നത്, ഇന്ധനം തടയുന്നതിന് തുല്യമാണ്. ഇന്ത്യയിലേക്കുള്ള ഇന്ധനം തടയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഇന്ധനം ലഭിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടേണ്ട, നല്ല സാഹചര്യത്തിലേക്ക് വരേണ്ട സാഹചര്യത്തെയാണ് അമേരിക്ക ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ് അതിനെ അപലപിക്കുകയും അമേരിക്കക്കെതിരെ അതിനുള്ള നഷ്ടപരിഹാരം അമേരിക്കയിൽ നിന്നും നാം ഈടാക്കുകയും വേണം.